ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച്. എൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ? സിംഗിൾ സോളോ ട്രിപ്പ് അടിച്ചതാണ്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് എന്നുള്ള പേരുള്ള അത്രയും മനോഹരമായ ഒരു ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 5.5 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അതായത് അങ്ങറ്റം മുതൽ നിങ്ങൾക്ക് ഇങ്ങറ്റം വരെ ഏകദേശം 5.5 കിലോമീറ്റർ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാം. വണ്ടി മണലിൽ പുതയോ അങ്ങനെയുള്ള യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നിങ്ങളിവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട അടിപൊളി ഒരു കിടുക്കാച്ചി പ്ലേസാണ്. ഞാൻ കുറേ പ്രാവശ്യം മുന്നേയൊക്കെ വന്നിട്ടുണ്ട്. ഹെർബീനെയും കൊണ്ട് 2ാമത്തെ പ്രാവശ്യം ഇത് വരുന്നത്. അന്ന് പിന്നെ ഷൂട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല, വ്ളോഗൊന്നും ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഈ കാഴ്ചകൾ മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, പൊളി അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. വന്നു കഴിഞ്ഞാൽ വെർത്താണ്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർത്ത് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. അപ്പോൾ ഹെർബീനെ തൽക്കാലം തണലുള്ളൊരു സ്ഥലത്ത് നമ്മൾ അവിടെ ദോണ്ട് നീല പൊട്ട് പോലെ കാണുന്നില്ലേ, നമ്മൾ ഔട്ട്ഡോർ ചെയർ എടുത്ത് പുറത്തിട്ട് നല്ല കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞു. നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. റോബിൻ്റെ കസിൻ്റെ വീട്ടിൽ നമ്മൾ ഫുഡ് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീറ്റൊക്കെ ഇട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്കൊന്ന് ഇരിപ്പുറപ്പിക്കാം. ഇവിടെ ഇരുന്ന് കടലിൻ്റെ കാഴ്ച കാണാം. ആഹാ, ഇവിടെ ഓൾറെഡി സെറ്റ് ആയോ? നിങ്ങളൊന്ന് പിടിച്ചേ, തുറന്ന് മണലായി കഴിഞ്ഞാൽ പിന്നെ മെനക്കേടാം. ആഹാ, അപ്പോൾ ബീച്ചിൽ കാറ്റ് കൊണ്ടിരുന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിൽ നല്ല കിടുക്കാച്ചി ബീച്ച്, നല്ലൊരു ഷെയ്ഡുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഷെയ്ഡ് കിട്ടുള്ളൂ. കുറേ മുമ്പിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഷെയ്ഡ് കിട്ടും. ഉണ്ടോ, അപ്പുറത്തൊരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ലൈറ്റ് ഫുഡ്. വണ്ടിയുടെ സ്റ്റിക്കറിങ് കണ്ടില്ലേ? പൊളി രസമുണ്ട്. നല്ല ചൂടുണ്ട്, ഏകദേശം 32 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കുറച്ചുകൂടെ നല്ല വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. അയ്യാടാ, കൊള്ളാം കേട്ടോ പരിപാടി, കൊള്ളാം. സൂപ്പർ നല്ലൊരു വൈബുണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 കസേരയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ വണ്ടികളിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിക്കുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. വൈകുന്നേരങ്ങൾ രാവിലെ വരുന്നതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇപ്പം കുഴപ്പമില്ല, ഏകദേശം ഒരു 3-3:30 ടൈം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ പിള്ളേരെല്ലാം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 6 മനോഹരമായ ബീച്ചുകളിൽ ഒന്നായിട്ട് BBC ചാനൽ തിരഞ്ഞെടുത്ത ഒരു ബീച്ചാണ്. ഏഷ്യയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ഒരു ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ഗോവയിലൊക്കെ ഇതിൽ കാണാൻ മനോഹരമായിട്ടുള്ള ഒരുപാട് ബീച്ചസ് ഉണ്ടെങ്കിലും ഇതാണൊരു ഡ്രൈവിംഗ് ബീച്ചായിട്ട് നമ്മുടെ ഏഷ്യയിൽ നിന്ന് പറയാനുള്ളത്. അതുകൊണ്ടായിരിക്കണം. മാത്രമല്ല നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. മുഴപ്പിലങ്ങാട് ബീച്ചിൽ ചില്ലിങ് റോബിൻ യോ പാട്ടൊക്കെ വെച്ച് പൊളി ചില്ല് മൂഡിലിരിക്കുകയാണ് ചങ്ങായി. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആട്ടാ. കണ്ടോടാ മഴവെള്ളം വീഴുന്നതേ, അതിൻ്റെ അകത്ത് ആ റിഫ്ലക്ഷൻ അടിച്ച് നല്ല പളവളാ തിളങ്ങുന്നുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ച് നല്ല കിടക്കാച്ചി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്ഥലം വിട്ടു. പക്ഷെ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് ബീച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട പിടിച്ചിരിക്കുന്ന മഹാത്മ കൊള്ളാടാ മക്കളെ, കൊള്ളാടാ. ഭംഗി മാത്രം നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തി അടിപൊളിയായിട്ടുണ്ട്.
വേസ്റ്റ് ഇടുന്നില്ല, എല്ലാവരും കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. നല്ലതാ. കൊറോണ വന്നുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് വൃത്തിയും മെനയും വെച്ചിട്ടുണ്ട്. ആ അതെ അതെ. ആൾക്കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ? അടിപൊളി. ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ട്. പേരെങ്ങനെയായിരുന്നു? ഷിയാദ്, നൈസാം. കക്ഷി കഴിഞ്ഞ വർഷം കാശ്മീർ ഒരു സിംഗിൾ സോളോ ട്രിപ്പ് അടിച്ചതാണ്. കാശ്മീർ ടു കണ്ണൂരിൽ നിന്ന് അടിച്ച ചങ്ങായിയാണ്. സോ താങ്ക് യു. സൂപ്പർ. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഫാമിലി ആയിട്ട് വരാനും കുറേ ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നതിന്. വാഹനപ്രേമികളായിട്ടുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ വന്ന് എന്താ പറയുക, സ്റ്റണ്ട് ചെയ്യും. ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ സ്റ്റണ്ട് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലേസാണ് ഇത്. വൈകുന്നേരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെക്കന്മാരെയൊക്കെ കാണാം വണ്ടിയും കാറും ഒക്കെ കൊണ്ട് വണ്ടി സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാം അതിൻ്റേതായിട്ടുള്ള സുരക്ഷാ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം ചെയ്യുക. അടിപൊളി സ്ഥലം. മുഴപ്പിലങ്ങാട് ബീച്ചിലെ അതിമനോഹരമായിട്ടുള്ള സൺസെറ്റും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.